ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹാപ്പി ക്രിസ്മസ്. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു, അത് നമ്മുടെ അപ്പൂക്കോട്ടിലെ ചോറൂണാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ അമ്പലത്തിൽ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും വരും. പിന്നെ കാണാം. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലിപ്സ്റ്റിക് ഇടണം, ഇപ്പോൾ വരാം. ഇവളെല്ലാം വീഡിയോയിൽ ഇങ്ങനെ അങ്ങ് പോവേ ആണല്ലേ? സോറി. ഇന്നലെ ഇതുപോലെ ഒരു മിനിറ്റ് കൊച്ചിനെ എടുത്തിട്ട് വരാം. നമ്മുടെ അമ്പലം മുളക്കട ഗന്ധർമുറ്റം ദേവക്ഷേത്രമാണ്. അവിടെയാണ് അപ്പക്കൊണ്ട് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അച്ചുവിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 9:15-9:30 ചടങ്ങ്. അപ്പം ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയും അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അമ്മയും അച്ഛനൊക്കെ വന്ന് അപ്പക്കൊണ്ട് എടുക്കുകയും അവനന്നത് ഉറക്കാൻ വന്നിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ മൂശട്ടയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പിന്നെ ഇടയ്ക്കൊന്ന് പൂച്ചയുറക്കം ഉറങ്ങി. പിന്നെ അങ്ങ് കരച്ചിലും ഇടയ്ക്കങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് എണ്ണിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ ശങ്കരനാണെങ്കിൽ അപ്പൂപ്പനോട് എൻ്റെ അച്ഛനോടാണെങ്കിൽ അവിടെ എന്തോ വർത്താനം പറയുകയും എന്തൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ചോറ് കൊടുക്കാൻ സമയം അവൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. ഉറങ്ങി കഷ്ടം പാവമാണെങ്കിൽ ഉറങ്ങിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വെള്ളമൊക്കെ തളിച്ച് ഉണർത്തുമായിരുന്നു. പായസമരുളുകയായി രസമോടെ നുണയുകയായി പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയായി രസമോടെ നുണയുകയായി സ്നേഹവസന്തം കരളിൻ്റെ താരിൽ സ്നേഹവസന്തം കരളിൻ്റെ താരിൽ എഴുതുകയാണമ്മ എന്നെ തഴുകുകയാണമ്മ കൈനിറയെ വെണ്ണ തരാം കവിളിലൊരുമ്മ തരാം കണ്ണൻ കവിളിൽ ണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ശങ്കരനാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് പൂച്ചയോടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ എന്നും ഒരു 3 മണി 4 മണി സമയത്തൊക്കെ ചുമ്മാ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഓണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക. ഞങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ചായ കുടിക്കാൻ നേരം ആകുമ്പോൾ എല്ലാവരും അമ്മയും ഞാനും അച്ഛനും എല്ലാവരും ഇരുന്ന് മുറ്റത്തിരുന്ന് കാര്യം പറയും. അത് ശീലമായിപ്പോയി. എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് എന്തായിരുന്നു കേക്ക് 2-3 കേക്ക് കൊണ്ട് കിട്ടി കേട്ടോ. അപ്പം ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഇന്നത്തെ ക്രിസ്മസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ അപ്പക്കൂട്ടിൻ്റെ ചോറൂണുമായിരുന്നു. എല്ലാം അടിച്ചു പൊളിച്ചു, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അച്ഛൻ്റെ ഫേവറേറ്റ് പ്ലം കേക്ക് അല്ലേ? ഓ